മന്തിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. ആടിൻ്റെ ഇത്ര വലിയൊരു ഫാം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇയാൾക്ക് കുറച്ച് പ്രഷർ ജാസ്തിയാണ് ഗൈസ്. ഓക്കെ, ഹലോ അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുള്ളത് ഈ അജദ് ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരു പരിപാടി ഉണ്ട്. അതായത് മക്കത്തെത്തി കഴിഞ്ഞാൽ ഒരു 2-3 ആടെല്ലാം അർത്തിരി മന്തി വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ഫുഡ് ആക്കുന്നത്. അപ്പോൾ അതിന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ അവിടെ എല്ലാവരും ഉണ്ട്. നമ്മൾ ഇസ്മായിൽ ചേട്ടൻ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ മെയിൻ നമ്മളതിലെ താരം എന്ന് പറയുന്നത് അസീം ഭായി. അപ്പോൾ അസീം ഭായി ഇല്ലേ ഉറങ്ങിയിട്ട് വരുന്നേ ഇല്ല. സോബെ നിസ്കാരത്തിന് വരെ വരാതെ ആളെ പിടിച്ചിട്ട് പാട്ടിൻ്റെ മന്തി ഉണ്ടായിരുന്നു മേടിച്ചിട്ട് വന്നത്. അപ്പോൾ ഞാൻ വേടെ പോകുന്ന ആദ്യം മണ്ടി, അതായത് ഇയാൾക്ക് മന്തി വേണം എന്നാണ് പറയുന്നത്. ഒക്കെ പിന്നെ നമ്മളെ ബദറിച്ച, അത് കലീൽച്ച, അസ്സലാമു നമ്മൾ ഇച്ചുണ്ട്. പിന്നെ മെയിൻ നമ്മളെ അജദിന്റെ ആട്ടിന്റെ മെയിൻ ഇത് അവൻ്റെ തടി തന്നെ ഇതന്നെ ആട്ടിന്റെ മന്തിന്റെ സ്പെഷ്യൽ. ഓക്കെ ഓക്കെ. പിന്നെ നമ്മളെ ഇടുണ്ട് അനസുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഏതായാലും വണ്ടിയിൽ കയറും. ഉസ്താദാ അസ്സലാമു അലൈക്കും. അപ്പൊ അജദ് ഗ്രൂപ്പിന്റെ ഈ ഒരു പരിപാടിന് എന്തെങ്കിലും പറയാനുള്ളത്? ഈ ആട് ഇറത്തിയിട്ടുള്ള നമ്മൾ അജിയാദിന്റെ എല്ലാ ഗ്രൂപ്പുകളിലും 3-4 ആടുകൾ എല്ലാ ഗ്രൂപ്പും ഇറക്കാറുണ്ട്. ഒരുപാട് ആൾക്കാർ ഹറമിൽ റബിയത്ത് നൽകി ഭക്ഷണം നൽകി ആ ഒരു പുണ്യം കരസ്ഥമാക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അതെ അതെ അതാ. അപ്പൊ ഏതായാലും നമ്മൾ ഇപ്പൊ പോയിട്ട് അടുത്ത എല്ലാ സംഭവം കാണിച്ചു കൊടുക്കല്ലേ? ഓക്കെ. പേര് അതെഞ്ചാ മതി, പ്രശ്നമൊക്കെ ഉണ്ടോ? പേര് പേര് ഇയാൾക്ക് കുറച്ച് പ്രഷർ ജാസ്തിയാണ് ഗൈസ്. ഓക്കെ. അങ്ങനെ നമുക്ക് വണ്ടിയിൽ കിട്ടിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, എല്ലാവരും വണ്ടിയിൽ കയറുന്നുണ്ട്. അങ്ങനെ നമ്മ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അതിഞ്ചാ മുറുക്ക പിടിച്ചോളി, നടു അങ്ങോട്ടും ഇങ്ങോട്ടായാറുണ്ട്. ബസ് മുള്ളു കലീൽ ഭായി അങ്ങനെ നല്ല ട്രെയിനിലിരുന്ന പോലെ ഉണ്ട് എല്ലാവരും കാണുമ്പോൾ. ഓക്കെ. ബാക്കിൽ മൊട്ട അനസുണ്ട്. മാഷാ അല്ലാഹ് ഉംറ ചെയ്തിട്ട്. ബാക്കിൽ നമ്മളെ ഇസ്മായിൽ ഭായിൻ്റെ അളിയ മരുമക്കളിലും ഉണ്ട് അവിടെ ഇരുന്നിട്ട്. ഓക്കെ. ഉസ്താദാ അപ്പോ ജി അല്ല ഇവിടെ ഉസ്താദിനോട്. ഉസ്താദാ അപ്പോ എന്ത് പറയാനുള്ള ഈ യാത്രനെ കുറിച്ചിട്ട്? അൽഹംദുലില്ലാഹ്, ഇത് വലിയൊരു പുണ്യകർമ്മമായി അല്ലാഹു കൽപ്പിച്ച ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽആഖിറതു ഖൈറുൻ വഅബ്ഖാ മാഷാഅല്ലാഹ് ഹദാ ലഫി സുഹഫിൽ ഊല സുഹഫ് ഇബ്രാഹിം വ മൂസ. നമ്മുടെ ജുമാക്കല്ല ഓതുന്ന സൂറത്തുകളിൽ ഇതുണ്ട്. അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ അവർക്ക് ഉണ്ടാകും എന്ന് ഇബ്രാഹിം നബിയുടെ കിതാബിലും ഇതുണ്ട്, മൂസാ നബിയുടെ കിതാബിലും അലൈഹിസ്സലാം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അർത്ഥം കൊടുക്കുന്നതിൽ വലിയ പുണ്യങ്ങളും നിഅമത്തുകളും അല്ലാഹു തരും. इधर देखो, एक बार कैमरा देखो. माशाअल्लाह, इतना अच्छा वाला आदमी अच्छा है. उसका दिल भी अच्छा है, मुंह भी अच्छा है, सब वाइट है. माशाअल्लाह, इतना अच्छा वाला आदमी मिलता है. मेरे को खुशी आएगा. डिस्काउंट किया 20 रियाल. ओके आजिम भाई, इसमें हिंदी में थोड़ा बात करो. क्या ये डिस्काउंट के लिए क्या आपका खुशी हो गया? अल्हम्दुलिल्लाह डिस्काउंट किया. बाद में आपका मुंह इतना खराब क्यों? सुबह सुबह उठा है. मेरा मुंह इतना खराब नहीं हुआ, लेकिन तेरा शैतान का मुंह देखा ना. अच्छा, इब्लीस का मुंह देखा था हमारे फैशन आई हो. अच्छा अच्छा. वो सुबह सुबह उठेगा, फर्स्ट टाइम उठेगा ना, इसलिए तेरा शक्ल है शैतान का, पीछे पीछे झूठ बने है ना. शैतान माल में कुत्ते मंदिर में. अच्छा अच्छा. सुधर जा गाना, मैं तेरे को बोला टकला बना नहीं बनाया. ओके, समझ में आया. मेरे एक डाउट है, आपका टाइम निस्कार टाइम देखता है वो ओरिजिनल है वो क्या किया? टाइम दूसरा भी है. मेरे डाउट है क्या है ना, आप मस्जिद जा रहे हैं वो ऐसे मारता है. हम उधर नहीं मारते बाबा, हम तो कैसे इतना खराब अभी आके मारेगा किधर? इतना खराब में आदमी का इतना टाइम आता है, मेरे को भी डाउट आता है. अच्छा है. अजीम भाई का स्पेशल क्या है ना, उसका बाहर मुंह सब काला है, अंदर सफा है. दिल वाइट है. माशाअल्लाह. दूसरा क्या है मतलब डबल मीनिंग पता है? नहीं है, तेरे को मालूम है. दिल मैदानी है, दिल वाइट है, साफ है, लेकिन बाहर देखेगा वो बहुत काला है. ओके ओके. आजिम भाई के इतना तमाश करेगा, अब ऐसा मत सुनो, वो प्यार से बात करते हैं. ठीक है. ഇതില്ലേ നിങ്ങൾ അറിയാതെ ബലല്ല ചെല്ലും കുറഞ്ഞിരിക്കും. ഞാൻ അറിയാത്ത ആള് നിലയിട്ട് ബല കൂട്ടിയിട്ടുണ്ട്. അതിനോട് നിങ്ങൾ ബായി പൊത്തിരിക്കണം. നിങ്ങൾ ഇവിടെ പാടും ഇങ്ങനെ. നിങ്ങൾ ഫസ്റ്റ് ചോദ്യമൊക്കെ ഒന്നല്ലേ
അപ്പൊ ഇത് ആട് കഴിക്കുന്ന സൗദിക്ക് തന്നെ വേണം, വേറെ എവിടെ മേടിക്കും? അല്ല, സൗദിയിൽ വില കുറച്ചോ? അപ്പൊ നിങ്ങിങ്ങനെ ഓനോട് സിരിയാന്റെ വിഷയം ചെല്ലെങ്കിൽ നമ്മളെ ഇവിടെ നമ്മളെ നാട്ടിലെ സിരിയാന്റെ വിഷയം ഇത് ഓന് നിരിക്കും. ഇത് ബുദ്ധിയില്ലാത്ത ആളെ വില കൂട്ടി തരും. മുന്നേ പറഞ്ഞു 500 പണ്ട് 200 പറഞ്ഞു, 200 പണ്ട് 100 റിയാൽ പറഞ്ഞു. അങ്ങനെ നമ്മള് ആട് ഫാമിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ആട് ഫാം. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവരും വന്നിട്ടുണ്ട്. ഇവിടെ ഫുൾ ആടെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. എത്ര ആട് വേണമെങ്കിലുണ്ട്. എല്ലാരും ആട് വാങ്ങിക്കാൻ വേണ്ടിട്ട് തിരക്ക് പിടിച്ചിട്ട് എല്ലാരും വിളിക്കുന്നുണ്ട്. ഇവിടെ അടി നടക്കുന്നതല്ല, അത് ആട്ടിന്റെ മാർക്കറ്റിൽ വന്നെങ്കിൽ ഇങ്ങനെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ട് പോകും. ആടിന്റെ ഇത്ര വലിയൊരു ഫാം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ ഇവിടെ നമ്മ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഇവരെല്ലാരും നമ്മളെ പിടിച്ച് വലിക്കും. इधर एक भाई, हाय अस्सलाम वालेकुम, नाम क्या? मोहम्मद उमर। मोहम्मद उमर। वो मैं केरला है, इंडिया केरला मालूम है? हाँ माशाल्लाह। ओके, वो मैं यूट्यूबर है। यूट्यूबर है? वो इधर थोड़ा ब्लॉग करेगा, मेरे को बकरी चाहिए। वो मेरा लोग है, मेरा दोस्त हाजी है। हाजी है। ये सवाक नहीं है, 1300 रियाल का है। कितना? 1300। आजिम भाई എന്ത് കണ്ടിട്ട് എന്തിടാ? എന്ത് അല്ല, ഇപ്പൊ ഇതാക്കാണ്ട് പർച്ചേസ് ആക്കാണ്ട് അതിന് ആള് നോക്കണം. നല്ല ആട് കിട്ടി നമ്മൾ അല്ലേ? ഒരു 8-10 ആള് ഇവിടെ ഓരോട് നിങ്ങൾ തല്ലാക്കേണ്ടി വരും. കാരണം ഓരോ പെരുമാറ്റം അത്ര വില പോരാ. വരി നിങ്ങളെ ഫ്രണ്ടിൽ പറഞ്ഞു, കാരണം നിങ്ങളൊരു ഫൈറ്റ് ഇല്ലാണ്ട് ഇവിടെ നടക്കും തോന്നില്ലാണ്. സതി അതോ കംസാന അതാ سنتين സനത്തെ ബറാബറല്ല. ഇവിടെ ബന്ധങ്ങളുടെ പ്രത്യേകത എന്താ അറിയോ? എല്ലാ നാട്ടിലെ ആട് ഇവിടെ കിട്ടും. അപ്പൊ ഇവിടെ ഏറ്റവും വില കൂടിയ ആട് എന്ന് പറയുന്നത് ഇതാണ്. ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തല്ല. അതായത് ഇവിടുത്തെ സൗദികളെല്ലാം വാങ്ങുന്നത് 1500 ഇതിന് റേറ്റ് ഉണ്ട്. കാണുമ്പോൾ തന്നെ നല്ല വൃത്തിയും നമ്മളെ നാട്ടിലാട്ടിനേക്കാളും നല്ല വൃത്തിയുണ്ട്. എന്താ നോക്ക്, ഇതിന് ഒരെണ്ണത്തിന് തന്നെ 1500 ഉണ്ട്. അതായത് സൗദി ആടാണ്. അപ്പം നമ്മൾ 4 ആട് വാങ്ങിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ വാങ്ങിയ ആടിനെല്ലാം ഇവർ വൃത്തിയാക്കി ഇവിടെ നിന്ന് തന്നെ തരും. മാഷാ അല്ലാഹ്. അങ്ങനെ നമ്മൾ ആട് പാക്കാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്തത് മന്തി ആക്കാൻ പോകുന്നല്ലേ? മദനി മന്തി. അങ്ങനെ നമ്മ വാങ്ങിയ ആടിനെ കൊടുത്തിട്ട് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആടിനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഫുഡ് ഉണ്ടാക്കി തരും. മാഷാ അല്ലാഹ്. അങ്ങനെ നമ്മളെ മന്തി റെഡി ആയിട്ടുണ്ട്. മന്തിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. മട്ടൻ, ഹലോ ഗൈസ്. അപ്പോൾ മീനാല് കല്ലെറിയുന്നു പറയുന്നില്ല, അത് ഈ 3 കാണുന്നില്ല, 3 ടവർ അങ്ക അതിപ്പോൾ കാണുക ഇടയിൽ, അത് കണ്ട അതാണ്. ഓക്കെ, അപ്പോൾ അവിടെ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഈ വീഡിയോയിൽ തന്നെ ഞങ്ങൾ കാണിച്ചു തരുന്നു. ഓക്കെ, ഞങ്ങൾ ഫുഡായിട്ട് വരുമ്പോഴേക്കുള്ള കാഴ്ചയാണ് കണ്ടത്. പിന്നെ നമ്മളെ ഫുഡ് പാക്കിംഗ് എല്ലാം ആയിട്ട് ഇതാ നമ്മളെ ഫുഡ് കഴിക്കുന്ന നമ്മളെ ഹോട്ടലിലൊക്കെ എത്തിയിട്ടുണ്ട്. अस्सलाम वालेकुम अजीम भाई, भूख लगता है? ओके, गुस्सा नहीं करो मेरे साथ. मंदी तो मैं मंगाया ना, डरता क्यों? ओके ओके, बहुत तकलीफ है आपका फेस में. नहीं दे, क्यों इतना टेंशन है? नहीं दे. നമ്മളെ ഇത് പുതിയൊരു ഗസ്റ്റ് ആണ്. പേരെന്താ? മുഹമ്മദ് അലി കാസർഗോഡ്. മുഹമ്മദ് അലി കാസർഗോഡ്. നമ്മളെ അജിൻചാന്റെ മെരിയോന് അല്ലേ? അല്ല കാക്ക. മാഷാ അല്ലാഹ്. നമ്മളെ ഉസ്താദെല്ലാം അടിച്ച് മന്തി അടിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഉസ്താദ കഴിച്ചിട്ട്? ഉസ്താദ് തൊണ്ട കുടിച്ചോണ്ട കുറച്ചായി തോന്നി വെള്ളമെല്ലാം കുടിക്കണോ? ഓക്കെ, മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്.
ഖലീൽ ഭായി പനിച്ചിട്ടും കൂടെ വരെ ഈ മന്തി വിടാതെ തിന്നുന്നുണ്ട് മാഷാഅല്ലാ. പിന്നെ ഇവിടെ നമ്മൾ ഓന് ഉസ്താദ് പോലെ അതിനെങ്കിൽ ഓനക്ക് ഫുഡ് കണ്ടെങ്കിൽ ഓനക്ക് പിരാന്താളം എന്താ കാണുന്നില്ല. ഇപ്പൊ ഇതിന്റെ ഇരുമ്പിന് തന്നെ അത് കടിച്ചു തിന്നു ഇതിന്റെ കോയിലിന് എന്താ. ഓക്കെ, ഇതാ നമ്മളെ പള്ളിക്ക് പോകാത്ത മനസ്സോ നല്ല ഫുഡ് തിന്ന ഉസാറുണ്ട്. ഓക്കെ ഓക്കെ, ആദ്യം അജിന്റെ ഗസ്റ്റ് ബിലാൽ. ഹായ്, അസ്സലാമു അലൈക്കും. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് തന്നെ പോണം, പങ്ങള എന്ത് നോക്കാനില്ല. എന്താ ചെല്ലാനുണ്ടാ? ഓക്കെ, നല്ല അടിപൊളിയാണ് മന്തി, മാഷാഅല്ലാഹ്, നല്ല അടിപൊളി.